അപ്പോ എല്ലാവർക്കും നമ്മുടെ എന്തുകൊണ്ട് നമ്മൾ തോറ്റു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ പോഡ്കാസ്റ്റ് തുടങ്ങിയിട്ട് ഫ്രാങ്ക്ഫർട്ടിന്റെ കളിയല്ലാണ്ട് ബാക്കി എല്ലാം പൊട്ടി. ഇതിനൊരു ഇൻട്രോ ശബ്ദത്തിന് കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് ഇതിന്റെ ഇൻട്രോ എന്താ പറയേണ്ടത് ഞാൻ കുറെ ഇങ്ങനെ ആലോചിച്ചു. അതുകൊണ്ട് ഞാൻ ഇതിന്റെ ഇൻട്രോ നമ്മുടെ ഗണേശന് കൊടുക്കുകയാണ്. ഗണേശ തുടങ്ങിക്കും. അവസ്ഥയാണ്, കുഴപ്പമില്ല. എന്നാലും പിള്ളേരെ വെച്ച് കളിച്ചുകൊണ്ട് ഒരു എനർജി ഉണ്ടായിരുന്നു അവർക്ക്. ഈ എന്താ പറയാ, ലൂസിങ് സ്ട്രീക്കിനെ കുറിച്ച് അവർക്ക് ആ ഒരു ഫീൽ ഉണ്ടാവില്ല. കാരണം ദേ ആർ ഫ്രഷ്. സോ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ നല്ലൊരു രസം ഉണ്ടായിരുന്നു കളി കാണാൻ. ഗണേശ, ഇതല്ല നീ ഒറിജിനൽ ഉദ്ദേശിച്ച കാര്യം പറ. നീ ശരിക്കും പറയാൻ ഉദ്ദേശിച്ച പറഞ്ഞോന്ന്. നമ്മളെ ഗെയിമിനെ കുറിച്ചല്ലേ ആദ്യം സംസാരിക്കണം. അത് തന്നെ, അതായത് പോസിറ്റീവ് സ്പിൻ അല്ലാണ്ട് ഇതിന്റെ ഉള്ളിലുള്ള തരം പോഡ്കാസ്റ്റ് സ്പിന്നല്ല. ഇത് പറഞ്ഞു വരുമ്പോ നമുക്ക് പോസ്റ്റ് മാച്ച് പ്രസറിൽ എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വേണ്ടേ നമ്മൾ അകത്ത് കയറാൻ. അതിലല്ലേ സംഭവം. പോസ്റ്റ് മാച്ച് പ്രസറിലല്ലേ പ്രശ്നം ഉണ്ടായേ. കളിയിലൊന്നും എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോ നമ്മള് നന്നായിട്ട് കളിച്ചു. ആദ്യത്തെ 40 മിനിറ്റോളം നന്നായി കളിച്ചു. പിന്നെ എല്ലാരും പറയണ്ടായിരുന്നു ഗോമസ് നന്നായിട്ട് കളിച്ചു. അങ്ങനെ പറഞ്ഞു അവസാനം ഗോമസ് മിസ്റ്റേക്ക് ഉണ്ടാക്കി തുടങ്ങി. ഗോള് വീണു. പിന്നെയാണ് നമ്മുടെ അംഗം ആസ് യൂഷ്വൽ ഇസ്മായില സാർ ഗോൾ അടിച്ചു ആൻഫീൽഡിൽ വന്നിട്ട്. പക്ഷെ ആകെ ഒരു ഈ ലൈനപ്പ് വന്നതിൽ ആകെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ആൻഫീൽഡിലാണ് നമ്മൾ തോൽക്കുന്നത്. അല്ലാതെ വല്ല ന്യൂട്രൽ സ്റ്റേഡിയത്തിലല്ല ഈ കളി നടക്കുന്നത്. ആൾക്കാർ ആൻഫീൽഡിൽ വരാൻ പേടിച്ച് നിൽക്കുന്ന സമയത്ത് സിമ്പിൾ ആയിട്ട് ഒരു ചെറിയൊരു ടീമിനെ ഫീൽഡ് ചെയ്തിട്ട് നമ്മള് ഹോം ഗ്രൗണ്ടിൽ തോൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നമ്മുടെ നാട്ടിൽ സെവൻസ് ടൂർണമെന്റ് നമ്മുടെ നാട്ടിൽ വീടിന് തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിൽ കളിച്ചു കഴിഞ്ഞിട്ട് തോറ്റു കഴിഞ്ഞാൽ വീട്ടിൽ കയറാൻ പറ്റില്ല. ആ സംഭവമാണ് ഇവിടെ കാണിക്കുന്നത്. പ്ലേയേഴ്സ് എങ്ങനെ ഫീൽ ചെയ്യും? അതാണ് നമ്മള് ഹോം ഗ്രൗണ്ട് നാട്ടിൽ കളിക്കുമ്പോൾ തോറ്റു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പുറത്തിറങ്ങാൻ പറ്റില്ല. ആ സംഭവം ഇപ്പൊ പിള്ളേരെ വെച്ച് ചെയ്തു എന്ന് മാത്രം. പക്ഷെ അത് അങ്ങനെ ആയിപ്പോയി, ഒന്നും ചെയ്യാൻ പറ്റില്ല. അക്സെപ്റ്റ് ചെയ്തു. വില്ല ഗെയിമിൽ നോക്കാം, വേറൊന്നും പറയാൻ പറ്റില്ല. പിള്ളേർ കളിയല്ലേ കളിച്ച്, അതുകൊണ്ട് കുഴപ്പമില്ല. അല്ല, ഈ മാച്ചിൽ ശരിക്കും നമുക്ക് ടാക്ടിക്കലി അല്ലെങ്കിൽ അനലൈസ് ചെയ്യാനൊന്നുമില്ല. കാരണം കളിച്ചത് ഏതോ ടീം ലെഫ്റ്റ് ബാക്ക് സെന്റർ ബാക്ക് കളിക്കുന്നു, മറ്റൊരു ഇവിടെ കളിക്കുന്നു, അവിടെ കളിക്കുന്നു, എൻ്റെ ഇവിടെ കളിച്ച എൻ്റെ തന്നെ അറിയില്ല. അപ്പോ മെയിൻ ഡൗട്ട് ഈസ് നമ്മളിത് ജയിക്കാൻ വേണ്ടിയാണോ കളിച്ചത്, അതോ ഇറ്റ് വാസ് വി വാണ്ടഡ് ടു ലൂസ് ദ ഗെയിം? കാരണം ബെഞ്ചിൽ പോലും ഒരാൾ പോലും സീനിയർ ഇല്ല. പൊതുവേ നമ്മളിങ്ങനെ യങ് ടീം ഇറക്കുമ്പോൾ ഇൻ കേസ് വി നീഡ് സംബഡി വിൽ പുട്ട് വൺ സ്ട്രൈക്കർ ഓർ സംബഡി. ഇപ്പൊ എക്കിറ്റിക്കാണെങ്കിലും ആരാണെങ്കിലും ഒരു 30 മിനിറ്റ്സ് ഒക്കെ കളിക്കാനുള്ള ഒരു സ്റ്റാമിന ഒക്കെ ഉണ്ട്. സോ വേർഡ്സ് ആണെങ്കിലും ലൈക്ക് ഓൾ ഓഫ് ദം ആർ യങ്. സോ വൈ ഫുൾ ഓഫ് ടീനേജേഴ്സ്? എന്താണ് ഓബിൻ, എന്താണ് പറയാനുള്ളത്? എനിക്ക് ഐ ആം കൺഫ്യൂസ്ഡ് ടുഡേ. സോ യു ഗൈസ്. അല്ല, ആക്ച്വലി അതന്നെ നമ്മളും എന്താ പറയുക, കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഓക്കെ പ്രോബബ്ലി സ്ട്രോങ്സ്റ്റ് 11 കളിക്കൂലായിരിക്കും, ബട്ട് സ്റ്റിൽ ദർ വുഡ് ബി പീപ്പിൾ ഹു ആർ എന്താ പറയാ, ഈ സ്റ്റാർട്ടിംഗ് 11 ഉണ്ടാവുന്ന കുറെ ആൾക്കാർ ബെഞ്ചിൽ ഉണ്ടാവുമായിരിക്കും. ഫ്രിഞ്ച് പ്ലേയേഴ്സ് സ്റ്റാർട്ട്സ് അല്ലെങ്കിൽ 1-2 ആൾക്കാരുണ്ടാവുന്നു. പക്ഷെ ലൈനപ്പ് കണ്ടപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് 11 എന്ന് പറഞ്ഞുള്ളത് ആകെ കെർഗസ് മാത്രമേ കളിച്ചിട്ടുള്ളൂ. മെക്കാലിസ്റ്റർ bigger player, yes, but he's not in the starting lineup at the moment. ഫിറ്റ്നസിന് വേണ്ടി നമ്മളിപ്പോൾ കളിപ്പിക്കുന്നു. ആ ഒരു ലെവലിലുള്ളത്. ഇഞ്ചുറി കഴിഞ്ഞിട്ട് അണ്ടർ 21 കളിക്കുന്നില്ലേ, ഒരു ലോങ് ടേം ഇഞ്ചുറി ഒക്കെ കഴിഞ്ഞ അണ്ടർ 21 മാച്ച് കളിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരിക. ആ ഒരു ഫീൽ ആയിരുന്നു ആക്ച്വലി ഇത്. കംപ്ലീറ്റ്ലി പിള്ളേര് എല്ലായിടത്തും ഒരു മെക്കാലിസ്റ്റർ ഉണ്ട്, ഒരു റോബർട്ട്സൺ ഉണ്ട്. ഇതല്ലാതെ ഒരു എന്തിനിവിടെ എങ്ങനെ ഇറക്കി എന്നുള്ളത് പോലും മനസ്സിലായി. പക്ഷെ ലൈനപ്പ് കണ്ടപ്പോൾ തന്നെ ഇറ്റ് വാസ് എവിഡന്റ്. ആരൊക്കെ ഇൻജേർഡ് ആണ്? ആലിസൺ, കർട്ടിസ്, ആലിസൺ, ഫ്രിംസ, കർട്ടിസ്, ഗ്രാവൻബെർച്ച്, ഐസക്. അത്രേ ഉള്ളൂ.
എന്നിട്ടും നമ്മുടെ സ്ക്വാഡിൽ എന്താണ് സുദീപിന്റെ ഒരു എന്താണ്? അല്ല, നമുക്ക് ഈ ഇഞ്ചറിയാണ് പ്രശ്നം. ഇഞ്ചറിയാണ്. പിന്നെ മാത്രമല്ല, നമ്മള് കാരബോ കപ്പ് ഇങ്ങനെയാണ് കളിക്കാറ്, യങ്സ്റ്റേഴ്സിനെ വെച്ചാൽ കളിക്കാറ്. അപ്പൊ നമ്മള് പരമാവധി യങ്സ്റ്റേഴ്സും പിന്നെ അതുപോലെ ഫസ്റ്റ് ടീമിൽ വരാൻ പറ്റാത്ത കളിക്കാത്ത മറ്റേ under-21s ഒക്കെ കളിക്കുന്ന അങ്ങനെ റിസർവ് ടീമിലുള്ള പ്ലേയേഴ്സ്, നമുക്ക് ബെഞ്ചിലൊക്കെ വരുന്ന പ്ലേയേഴ്സിന് ഗെയിം ടൈം കൊടുക്കാനൊക്കെയാണ് നമ്മൾ ഇങ്ങനെ കാരബോ കപ്പ് യൂസ് ചെയ്യാറ്. അത് തന്നെ ചെയ്യാനാണ് നോക്കിയത്. കാരണം നമുക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് കോമ്പറ്റീഷൻസിന് വരികയാണ്. നമ്മൾ പറഞ്ഞത് ഇമ്പോർട്ടന്റ് മാച്ച് വില്ല വരുന്നുണ്ട്, സിറ്റി വരുന്നുണ്ട്, റയൽ മാഡ്രിഡ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മാച്ചൊക്കെ വരുന്ന സമയത്ത് നമ്മള് ഈ ഫസ്റ്റ് പ്ലേയേഴ്സിനെ വീണ്ടും കളിപ്പിച്ച് അവരെ വീണ്ടും ഇഞ്ചേർഡ് ആക്കി കഴിഞ്ഞാൽ അതിലേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ യങ്സ്റ്റേഴ്സിനെ വെച്ച് കാരബോ കപ്പാണ്, അത് അവരുടെ കോമ്പറ്റീഷൻ ആണെന്ന് നമ്മൾ പറയാ. അപ്പൊ അവരെ വെച്ച് പക്ഷെ ഇത്രയും യങ് ആയ ഒരു ലൈനപ്പ് കളിക്കുന്നത് ജസ്റ്റിഫൈഡ് ആണ്. കാരണം എനിക്ക് തോന്നുന്നു 2016-ലോ 2017-ലോ ക്ലോപ്പ് ഇങ്ങനെ ലൈനപ്പ് ഇറക്കിണ്ടായിരുന്നു. ഞാൻ എടുത്ത് നോക്കി, അതിലും പക്ഷെ ഫെർമീനോ ഉണ്ടായിരുന്നു, കുറെ ഫസ്റ്റ് ടീം പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. അല്ല, ഇതിലും അത്ര എന്ന് പറയാൻ കുറച്ച് കളിക്കാരേ ഉള്ളൂ. കാരണം മെക്കാലിസ്റ്റർ കളിക്കുന്നുണ്ട്, വുഡ്ബാൻ നമ്മുടെ ഗോൾ കീപ്പർ അങ്ങനെ എങ്ങല്ല, ഗോമസ് എങ്ങല്ല, കിയേസ എങ്ങല്ല. അപ്പൊ ആ പ്ലേയേഴ്സിന്റെ ഇടയിൽ എങ്ങല്ലാത്ത കളിക്കാരുണ്ട്. മറ്റേ കേർക്കസ് പിന്നെ ബോൺമത്തിന് വേണ്ടി എത്ര മാച്ച് കളിച്ചതാ. എങ്ങാണെങ്കിൽ കൂടി ഫസ്റ്റ് ടീം പ്ലെയർ ആണ്. അപ്പൊ നമ്മളൊരു മിക്സ് തന്നെയാണ് ഇതിലുണ്ടാക്കുക. പക്ഷെ ബെഞ്ച് കറക്റ്റ് ആണ്. ബെഞ്ചിൽ പറഞ്ഞ പോലെ യങ്സ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ, ചിലരെ ആർക്കും അറിയുണ്ടാവില്ല. We'll come to the performance of the game. Because the first 20-25 minutes we played really well. കാരണം നമ്മൾ ഇത്രയും നാള് കാണാത്ത പ്രസിംഗും എല്ലാ മൂവ്മെന്റ്സ് ആണെങ്കിലും ടാക്ടിക്കലി ഇറ്റ് വർക്ക്. ദെൻ എവറിത്തിങ് എന്താ പറയാ, ബേസിക്കലി നമ്മുടെ ഗ്ലാസ്നർ ഫൗണ്ട് us out. He figured out a system and he played through us. ഗണേശൻ എന്താണ്, ഇപ്പൊ ഗണേശൻ ഒരുപാട് അക്കാഡമി മാച്ചസ് കാണുന്നതാണ്. അപ്പോ എന്താണ് യങ്സ്റ്റേഴ്സിന്റെ പെർഫോമൻസ് ഇത്രത്തോളം? Because even I was not impressed with Rio, I was not impressed with Morrison. Where Ramsey was good. Other than Ramsey, I don't think anybody else stood out. എന്താണ് ഇത്രയും വീക്ക് ആയ പെർഫോമൻസ് വരാൻ? അപ്പൊ സുധീപ് പറഞ്ഞ പോലെ മെക്കാലിസ്റ്റർ ഉണ്ടായിരുന്നു, എൻഡോ ഉണ്ടായിരുന്നു, ഗോമേസ് ഉണ്ടായിരുന്നു, കിയേസ ഉണ്ടായിരുന്നു. നമ്മള് സ്റ്റാർട്ട് ചെയ്തത് നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. സ്റ്റാർട്ടിങ് 35 മിനിറ്റ്സ് നമ്മൾ അടിപൊളിയായിട്ട് കളിച്ചു. ഫ്രണ്ട് ത്രീ എന്നുള്ള പ്രസ്സിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. സോ മിഡ്ഫീൽഡ് ഡെവലപ്പ് ചെയ്ത് ബോൾ ഹൈ സ്റ്റേജിൽ വിൻ ചെയ്ത് തുടങ്ങി. അവിടുന്ന് കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു, മിനി കൗണ്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ലൈക്ക് നമ്മള് റിയോയുടെ ഒരു ഷോട്ട് കണ്ടായിരുന്നു, ഇറ്റ് വാസ് എ കേളിംഗ് വൺ. പിന്നെ പ്രശ്നം വന്നത് വെച്ച് കഴിഞ്ഞാല് അവര് അറ്റാക്ക് സെന്ററിലൂടെ ആക്കി. അതായത് നമ്മുടെ 3 പേർക്കും കോമ്പിനേഷൻ ഇല്ലാത്ത ആൾക്കാരാണ്. എൻഡോ 3 at the back പോലെ കളിച്ചിട്ടുണ്ടായിരുന്നത്. എൻഡോ, ഗോമസ്, റോബർട്ട്സൺ. ഇതില് ഗോമസ് മാത്രമായിരുന്നു ലാസ്റ്റ് ഡിഫൻഡർ ആയിട്ട് നിന്നത്. ബാക്കി 2 പേരും എറമി പിനോനെയും ഇസ്മായില സാറിനെയും മാർക്ക് ചെയ്ത് നിൽക്കായിരുന്നു. സോ അവരങ്ങനെ ഡ്രാഗ് ചെയ്ത് ഒരു 1-2 ഇട്ട് ആൾക്കാരൊക്കെ പറ്റിച്ച് അങ്ങനെ ഒരു ഗോളായിരുന്നു വന്നത്. പിന്നെ ആകെയുള്ള ഒരു പോസിറ്റീവ് കാൽവിൻ റാംസി. നമ്മള് സൈനിങ് ചെയ്യുമ്പോൾ എല്ലാരും വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇട്ടായിരുന്നു, ഫസ്റ്റ് ടീമിന് ഒരു റൈറ്റ് ബാക്ക് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. സോ എല്ലാരും ആഘോഷിച്ച ഒരു സൈനിങ് ആയിരുന്നു. സോ ആള് കളിച്ചതിൽ നല്ലൊരു സന്തോഷമുണ്ട്. ബെറ്റർ കൺട്രോൾ ദാൻ ഫ്രിംപോങ് ആൻഡ് ബ്രാഡ്ലി എന്ന് വേണം പറയാൻ. സോ ഇറ്റ്സ് ഓൾറെഡി സെറ്റ് ഫോർ എ പ്രീമിയർ ലീഗ് സ്റ്റാർട്ട്. Okay, let's move into something really serious. എന്തെങ്കിലും പറയണ്ടോ? ആക്ച്വലി നമ്മൾ മിസ് ഔട്ട് ചെയ്ത ഒരു പേരും കൂടി ഉണ്ടായിരുന്നു, ആക്ച്വലി കൈഡെ ഗോർഡൻ. ഗോർഡൻ ഇൻട്രൊഡക്ഷൻ ലാസ്റ്റ് 30 minutes ആയിരുന്നെങ്കിലും ഹിസ് ഇൻട്രൊഡക്ഷൻ വാസ് ആക്ച്വലി ബെറ്റർ പെർഫോമൻസ്. മോറിസൺ ഹു ഇസ് സപ്പോസിഡ്ലി അവർ ബെറ്റർ സ്റ്റാർ അറ്റ് ദ പ്രസന്റ്. പക്ഷെ മോറിസണിന് ഒരു എന്താ പറയാ വൺ ട്രിക്ക് പോണി പോലെ ഫീൽ ആയിരുന്നല്ലേ. എങ്ങനെ ബോൾ കിട്ടിയാലും ലെഫ്റ്റിലേക്ക് കട്ടിങ് ചെയ്യുക, ലെഫ്റ്റ് ഫുട്ടിലേക്ക് കട്ടിങ് ചെയ്യുക, അതല്ലാണ്ട് വേറൊന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു. ദാറ്റ് ആക്ച്വലി ഗോർഡൻ വന്നതിന് ശേഷം ഹി ക്യാൻ ഡു ഇറ്റ് ബോത്ത് വേസ്. അല്ലെങ്കിൽ ഗോഡ് ഈസ് സ്റ്റിൽ യങ്, ലോങ് ടേം ഇഞ്ചുറി കഴിഞ്ഞ് വരികയാണ്. ബട്ട് ഹി ഡിഡ്ന്റ് ഹാവ് ദാറ്റ് ഫിയർ. ടേക്ക് ഓൺ ചെയ്യണമെങ്കിൽ ഞാൻ ടേക്ക് ഓൺ ചെയ്യാൻ റെഡി ആണെന്ന രീതിയിൽ വന്നിരുന്നു. ദാറ്റ് വാസ് പോസിറ്റീവ് ആക്ച്വലി. ഫിസിക്കലായിട്ടുണ്ടായിരുന്നു അല്ലെ. എനിക്ക് തോന്നുന്നത് ഗോമസ് ഒക്കെ ആയിരുന്നു ഭയങ്കര മോശമായിട്ട് പെർഫോം ചെയ്ത പ്ലേയേഴ്സിലൊന്ന് അല്ലേ.
അതെ അതെ അതെ. ഗോമസ് ഇപ്പോഴും ആ ഒരു മാച്ച് ഫിറ്റ്നസിലേക്ക് വരികയായി. ആ ഷാർപ്പ്നെസ് വന്നിട്ടില്ല. തുടക്കമൊക്കെ നല്ലായിരുന്നു, പിന്നെ അങ്ങ് പോയി. ഒരു കാരണം അതാണ് ഒരു ഗോമസ് ആണ് നമ്മുടെ ഫസ്റ്റ് സെന്റർ ബാക്കപ്പ്. അതിനിപ്പോ ചാമ്പ്യൻസ് ലീഗ് ആണെങ്കിലും പ്രീമിയർ ലീഗ് ആണെങ്കിലും അതാണ് പ്രശ്നേ. ഇല്ല, ആളെ ലീഡറായിട്ട് കളിപ്പിക്കാൻ പറ്റില്ല. either along with the senior center back he can be used. വെരി സീരിയസ്. അതായത് നമ്മുടെ ഫാൻസ് ഗ്രൂപ്പ്സിലും എല്ലാം കമ്മ്യൂണിറ്റീസിലും എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന ടോപ്പിക്കാണ്. 500 മില്യണോളം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ. 420, 430, whatever the ballpark figure. Slot is the topic right now. Like regardless of whatever people say, പുള്ളിയാണ് മാനേജർ. So in the end buck stops with him. So പുള്ളിയുടെ പോസ്റ്റ് മാച്ച് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, അതായത് ഞാൻ സിറ്റിയുടെ ലൈനപ്പ് കണ്ടു, അവരെല്ലാവരും റെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ ദർ ടീം ഇസ് ആസ് ഗുഡ് ആസ് ദി ഫസ്റ്റ് ടീം. മറ്റേ ടീമിനെ കണ്ടു, ഈ ടീം കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. വി സ്പെൻഡ് 400 million, 450 million, ബട്ട് വി ഡോണ്ട് ഹാവ് എ സ്ക്വാഡ്. അതിപ്പം ഇഞ്ചുറി ഉണ്ടാവും, ഇല്ലാണ്ടാവും, വാട്ട് എവർ ഇറ്റ് ഈസ്, ബട്ട് ഡിഡ് വി ഗോ റോങ്? നമ്മൾ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ കഴിഞ്ഞ പാടെ all of us gave 9 out of 10, 8 out of 10. എല്ലാവരും ഒന്നടങ്കം അതിനൊരു ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ട് ദിസ് വാസ് ദ ബെസ്റ്റ് ട്രാൻസ്ഫർ വിൻഡോ ഓഫ് ഡ്രീംസ് എന്ന് റിവ്യൂലൊക്കെ ഇട്ട ആൾക്കാർ എല്ലാവരും. So we'll go one by one. Let Ganesh talk, then Robin and Steve can. ട്രാൻസ്ഫർ വിൻഡോ നോക്കുമ്പോഴത്തേക്കും നല്ലൊരു സ്റ്റാർട്ടായിരുന്നു നമ്മൾ ചെയ്തത്. പക്ഷെ നമ്മൾ എല്ലാ കൊല്ലവും മിസ്റ്റേക്ക് ചെയ്യുന്നത് ഡിഫൻസീവ് മിഡ്ഫീൽഡാണ്. ഒരു 4-5 കൊല്ലമായിട്ട് DM വേണം. പിന്നെ കുറെ കാലം ഡിഫൻസീവ് മിഡ്ഫീൽഡ് എന്ന പൊസിഷൻ നമ്മുടെ ടീമിലില്ല. ഡീപ് ലൈയിങ് പ്ലെയർ ആണ്, ബോൾ കാരിയർ ആണെന്നൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട്. പ്ലെയർ പ്രൊഫൈൽ അല്ല, അതായത് നമ്മൾ 450 million സ്പെൻഡ് ചെയ്തിട്ടും നമുക്കൊരു സ്ക്വാഡ് ഇല്ല എന്ന് പറയുന്നത് ആരുടെ തെറ്റാണത്? എന്തുകൊണ്ടാണ് സംഭവിച്ചത്? സ്ക്വാഡ്, അതായത് നമ്മൾ ഇപ്പൊ ചില മാനേജേഴ്സ് ഉണ്ട് ഉള്ള പ്ലേയേഴ്സിനെ എങ്ങനെ ഒരു പൊസിഷൻ ഉണ്ടാക്കി അവരുടെ ടാക്ടിക്സിനെ ഷോ ചെയ്യിക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ ഒഫൻസീവ് സൈഡ് ശരിയാകുമ്പോൾ ഡിഫൻസീവ് സൈഡ് പാഴാവുന്നുണ്ട്. സോ അതൊരു ഏറ്റവും വലിയ പ്രശ്നമാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മൾ ചില സിറ്റുവേഷനിൽ ഒരുപാട് വോയിഡ് സ്പേസസ് വരുന്നുണ്ട്. എസ്റ്റർഡേ മറ്റേ ഇന്നലത്തെ കളിയില് പിള്ളേർ കളിയാണെങ്കിലും ഇസ്മായിൽ സാർ എറമി പിനോ ബോൾ റിസീവ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ആരുമില്ല, മിഡ്ഫീൽഡേഴ്സ് പോലും ഇല്ല, ഗോമസും റോബർട്ട്സണും മാത്രമായിരുന്നു. സോ അങ്ങനെയുള്ള ഗ്യാപ്സ് ഒരുപാടുണ്ട്. അതായത് മിഡ്ഫീൽഡും ഡിഫൻസും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് അതും ഒരുപാട് ആൾക്കാർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് സെന്റർ വഴി അറ്റാക്ക് ചെയ്ത് ഗോൾ വന്നത്. ദേ ഡിഡ്ന്റ് യൂസ് ദ വിങ് അറ്റ് ഓൾ. സോ മാനേജർ ആണ് ഇതിന് റെസ്പോൺസിബിൾ. So he should find out a system where he can use the players that he wished to sign, and he got them also. So he has to use them wisely. So he should find out a pattern actually. നമ്മളത് ഇന്റർനാഷണൽ ബ്രേക്കിന് കഴിഞ്ഞ ശേഷം നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യും പ്രതീക്ഷിച്ചു, ബട്ട് സ്റ്റിൽ വി ആർ ഇൻ ദ സെയിം പ്ലേസ്. ഇപ്പം ഈ സൈനിങ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു ഡൗട്ട് എല്ലാ കാലത്തും എപ്പോഴും ഒരു എന്താ പറയാ, ഒരു പോപ്പുലർ പ്ലെയർ അല്ലെങ്കിൽ ഒരു അപ്കമിങ് പൊട്ടൻഷ്യൽ ഫ്ലോപ്പ് ആവുമ്പോൾ ദ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എവറി ടൈം എവരിബഡി ആസ്ക് ഈസ് ദിസ് എ ബോർഡ് സൈനിങ് ഓർ ഈസ് ദിസ് എ മാനേജർ സൈനിങ്? അതിന് ആക്ച്വലി ഒരു ഉത്തരം നമുക്ക് ആസ് എ ഫാൻ നമുക്ക് പറയാൻ പറ്റില്ല. വി ക്യാൻ ഓൺലി സ്പെക്യുലേറ്റ്. ഇപ്പം ഇപ്പോൾ വന്ന സൈനിങ്സ് മുഴുവൻ വേർഡ്സ് ആയാലും ഇസാക്ക് ആയാലും ദ ബിഗർ വൺസ് ഓർ റിലേറ്റീവ്ലി സ്മോളർ സൈനിങ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഹൂ സൈൻഡ് ഇറ്റ് എന്നുള്ളതിന് ഒരു ഉത്തരം നമുക്കില്ല. വി ക്യാൻ ഓൺലി സ്പെക്യുലേറ്റ്. We can, മാനേജറിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ they'll say that മാനേജർ ബോർഡ് ഫോഴ്സ് ചെയ്തതാണെന്ന് പറയും. തിരിച്ചാണെന്നുണ്ടെങ്കിൽ മാനേജർ wanted to buy it എന്നുള്ളത്. But at the end of the day, somebody will have to take responsibility, and 99% of the time it's a manager who is be answerable for it. ഒരു കണക്കിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ all the signings, every single one of them, the new signings are in for a long-term plan. Everybody is young. Everybody is രണ്ട് flying fullbacks ആണുള്ളത്, which means width ഉണ്ടാവാൻ പറ്റില്ല. നമ്മൾ have to play narrow. അതിനായിരിക്കണം 2 സ്ട്രൈക്കറും വന്നത്. ഒരു നമ്പർ 10ഉം 2 സ്ട്രൈക്കറും വന്ന that becomes a triangle which is narrow with fullbacks who is giving width. So പുതിയ സൈനിങ്സ് മാത്രം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ there is a plan.
4-2-2-2 ഇല്ലെങ്കിൽ 4-2-3-1 വിത്ത് നാരോ വേർഷൻ അല്ലെങ്കിൽ 4-3-1-2 whatever way you use it, ഒരു നാരോവർ സെൻട്രൽ ലൈൻ വിത്ത് ഫുൾ ബാക്സ് who can fly up. ഇതാണ് നമ്മളെ പ്രൊഫൈൽ ഓഫ് പ്ലേയേഴ്സ് who we signed. ഇതില് വ്യത്യസ്തം എന്നുള്ളത് അല്ലെങ്കിൽ why it is not being synced up is Salah is not this type of player. നമുക്ക് ഇപ്പം ഉള്ള എക്സിസ്റ്റിംഗ് പ്ലേയേഴ്സ് വേഴ്സസ് ന്യൂ പ്ലേയേഴ്സ് they don't match. അത് കണക്കിന് സ്ലോട്ട് ഷുഡ് തിങ്ക് അബൌട്ട് ഇറ്റ്. വാട്ട് ഈസ് ഹി ലുക്കിംഗ് ഫോർ? ഈ സീസൺ നോക്കുന്നുണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സീസൺ കംപ്ലീറ്റ്ലി എങ്ങനെയെങ്കിലും ടോപ്പ് 4 കയറിയിട്ട് നെക്സ്റ്റ് സീസൺ മുതൽ whoever is into this particular new tactics stays, others go out എന്നതാണോ ഉദ്ദേശം? Could be that, could be, or maybe Slot is clueless. Could be anything. It could be anything. ഞാൻ രണ്ട് എക്സ്ട്രീം കേസ് പറയുന്നതാണ്. പറഞ്ഞുകൊണ്ട് ചോദിച്ചത് ഈ സ്ലോട്ട് ക്ലൂലെസ് ഓർ ലൈക്ക് നമ്മുടെ ഹൈറാർക്കി ഇത്രയും പ്ലാൻ ചെയ്തിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യാത്ത പൈസ, നമ്മൾ സ്ഥിരം ഇത്രയും സ്പെൻഡ് ചെയ്യാത്ത 400-450 ചെലവാക്കിയിട്ട് and the manager is saying we don't have a squad, like it doesn't make sense to me, you know. അതിന്റെ എന്താ സംഭവിച്ച ഈ പറഞ്ഞ ഈ ഒരു ഡിസ്കഷൻ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം പോസ്റ്റ് മാച്ച് ഇതിൽ പറഞ്ഞതാണ്. പോസ്റ്റ് മാച്ച് ഇന്റർവ്യൂല് മറ്റ് സ്ക്വാഡുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്തു. സിറ്റി ലൈനപ്പിന്റെ ഈ കാരബോ കപ്പിലെ സിറ്റിയുടെ ലൈനപ്പ്, ചെൽസിയുടെ ലൈനപ്പ്, ചെൽസി സബ് കൊണ്ടുവന്ന കളിക്കാരെ കുറിച്ച് ഇതൊക്കെ പറഞ്ഞു. ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഡിസ്കഷൻ. നമ്മൾ ഇത്രയധികം പൈസ സ്പെൻഡ് ചെയ്തിട്ടും, അത് $500 million സ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ ബെഞ്ചില് ഫുൾ യങ്സ്റ്റേഴ്സ് ആയിരുന്നു എന്നുള്ളത് അതൊരു പ്രശ്നം വന്നിട്ടുണ്ട്. അതിന്റെ ഒരു കാരണം ഒന്ന് ഇഞ്ചുറീസ് ആണ്. നമ്മൾ പറഞ്ഞു ഒരു 6 മെയിൻ പ്ലേയേഴ്സ് ഇഞ്ചേർഡ് ആണ്. അവര് വന്നാൽ ഇത് വ്യത്യാസം വരും അതില്. പിന്നെ അതുപോലെ ഈ ഇതില് ഒരു ഈ ഹൈറാർച്ചിയുടെ സ്ലോട്ടിന്റെ പ്ലേയേഴ്സ് ആണോ എന്ന് ചോദിച്ചു. സ്ലോട്ടിന്റെ പ്ലേയേഴ്സ് ആണ്, സൈൻ ചെയ്തത് സ്ലോട്ടിന്റെ പ്ലേയേഴ്സ് ആണ്. അതെന്താ വെച്ചാൽ സ്ലോട്ട് മാനേജർ അല്ല, കോച്ചാണ്, സ്പോർട്ടിംഗ് ഡയറക്ടർ ഉണ്ട്. ഇവര് ഒരുമിച്ച് ഡിസ്കസ് ചെയ്തിട്ടാണ് പ്ലേയേഴ്സിനെ സൈൻ ചെയ്യണത്. അല്ലാണ്ട് സ്ലോട്ട് എന്നിട്ട് സൈൻ ചെയ്യല്ല പ്ലേയേഴ്സിനെ, അല്ലെങ്കിൽ സ്പോർട്ടിംഗ് ഡയറക്ടർ എന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ മേടിക്കുക, അങ്ങനെയല്ല. ഇതൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്, അവരുടെ ഇടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ട് അവർക്ക് സ്ലോട്ടിന് താല്പര്യമില്ലാത്ത ഒരു പ്ലെയറിനെ അവർ സൈൻ ചെയ്യില്ല. അങ്ങനെയാണ് അതിന്റെ ഒരു ഡീല്. അത് അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം അങ്ങനെയാണ് സംഭവിക്കണേ എന്നുള്ള ഇതിനു മുമ്പ് പലരും പറഞ്ഞിട്ടുള്ള കഥകളാണ്. അപ്പൊ അത് അങ്ങനെയാണ്. അപ്പോ ഈ ഒരു ഇതില് ചർച്ച ചെയ്ത് ഇപ്പൊ ഈ പറഞ്ഞ കോട്ട് വേറൊന്നല്ല, ഇഞ്ചുറീസ് ബേസ് ചെയ്ത് മാത്രം പറഞ്ഞ കാര്യമാണ്, അല്ലാണ്ട് വേറൊന്നല്ല, വേറൊന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഫാൻസ് പറയട്ടെ അതായത് പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്ന ഫാൻസ് കമന്റ് ചെയ്യട്ടെ, പറയുന്നതിൽ കമന്റ് ചെയ്യട്ടെ. ഓവറോൾ റൈറ്റ് നൗ ഐ മീൻ അതിനിപ്പോ ഒരു വാക്ക് ഷിറ്റ് ഷോ ആണ് ശരിക്കും പറഞ്ഞത്. എവറി ലെവൽ. കാരണം ഡിഫൻസ് ഗോമേസ് മാത്രമേ ഉള്ളൂ. മിഡ്ഫീൽഡിൽ കേർട്ടിസ് ഇഞ്ചേർഡ് ആയി. മെക്കാലിസ്റ്റർ ഡസന്റ് ഈവൻ ലുക്ക് ലൈക്ക് ദ പ്ലെയർ ഹി ഈസ് എനിമോർ. വേറെ ഏതോ ഒരു പ്ലെയറെ പോലെയാണ് കാണുന്നത്. ആകെയുള്ള സൊബോസ്ലൈ ആണ്. ഇസാക്ക് എപ്പോ വരും, എന്താ ഇഞ്ചുറി എന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. എല്ലാം കൂടെ ആയി. ഇപ്പോ ഇനി അടുത്ത വരുന്ന 3 മാച്ച് എന്ന് പറയുന്നത് വില്ല, മഡ്രിഡ്, സിറ്റി. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. വേറെ മാച്ചസ് കാണാൻ പറ്റില്ല, എല്ലാവരുടെ സമയത്തായിരുന്നു ബിഗ് മാച്ചസ്. ആർസണൽ ആസ് യൂഷ്വൽ ക്ലീൻ ഷീറ്റ്, വൺ ദ ഗെയിം ക്ലോസ്. ചെൽസി വേഴ്സസ് വോൾവ്സ് വാസ് ഗുഡ് ഇറ്റ് സീംസ്. 4-3 എന്തോ ആയിരുന്നു. ഹൈലൈറ്റ്സ് കണ്ടിരുന്നു. ഫസ്റ്റ് ഹാഫ് ഫുൾ ചെൽസി കൊണ്ടുപോയി, സെക്കൻഡ് ഹാഫ് വോൾവ്സ്. അതില് ചെൽസിയുടെ ഡിസ്കഷൻ അവരുടെ ഒരു പ്രീമിയർ ലീഗിന്റെ ഒരു ഇത് വെച്ചിട്ട് അവർ അത്രയും പ്ലേയേഴ്സ് ഇറക്കുമെന്ന് തോന്നിയിട്ടില്ല. ചെൽസിയുടെ ഒരു കാര്യം റെഡ് കാർഡിന്റെയാണ്. കണ്ടിന്യൂസ് ആയിട്ട് റെഡ് കാർഡ് കിട്ടുക. അവര് കഴിഞ്ഞ 10 കളിയിലോ 6-7 റെഡ് കാർഡ് എന്തുകൊണ്ട്, അതായിരുന്നു അവരുടെ ഒരു, വേറൊന്നുമില്ല. സിറ്റി ആക്ച്വലി സ്വാൻസി ഗോൾ അടിച്ചു, പിന്നെ സിറ്റി കെയിം ബാക്ക് ആൻഡ് വൺ ദ ഗെയിം. മാർമോഷ് is back. Marmoush scored a goal. I think that's all. And Newcastle beat Spurs. Thomas Frank is also under pressure. Fully up and down ആണ്. We'll again come to Premier League preview. The sound ഭയങ്കര പ്രശ്നം. We'll come to Premier League preview. Aston Villa at night, Anfield.
ഐ മീൻ ഇനി നമുക്ക് എന്താ പറയാ, ഇറ്റ്സ് എ 1:30 ഗെയിം. അപ്പൊ അവിടെ 7:30 നൈറ്റ് ഗെയിം ആണ്, ചാമ്പ്യൻസ് ലീഗ് പോലെയാണ്. ക്രൗഡ് വിൽ ബി ഓൺ ഫുൾ വോയിസ്. വി ഹാവ് ടു വിൻ ദാറ്റ് ഗെയിം. അതിൽ എക്സ്ക്യൂസ് അല്ല, ഒരു ഡ്രോ പോലും മതിയാവില്ല. ഗണേശൻ എന്താണ് ലൈനപ്പിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ലൈനപ്പ് നമ്മുടെ യൂഷ്വൽ ലൈനപ്പ് തന്നെയായിരിക്കും ഫീൽഡ് ചെയ്യുന്നത്. കൊനാട്ടെ, BVD, പിന്നെ റോബർട്ട്സൺ ആയിരിക്കും. എനിക്ക് ഫെർഗസിനെ സ്റ്റാർട്ട് ചെയ്യേ വേണ്ട. അവന്റെ ആവശ്യം തന്നെയാണ് നമ്മുടെ ടീമിന്റെ പ്രശ്നം. ഈ വെയിറ്റ് ഓഫ് ദ പാസ് ഒന്നില്ലെങ്കിൽ പ്ലെയറിനെ റീച്ച് ചെയ്യില്ല, ഇല്ലെങ്കിൽ പ്ലെയറിനെ ഹിറ്റ് ചെയ്തിട്ട് തിരിച്ച് ഒപ്പണന്റിലേക്ക് പോകും. തിരിച്ച് അതേ സ്പീഡിൽ തിരിച്ച് ഇറങ്ങാനും പറ്റുന്നില്ല. സോ ഇറ്റ്സ് ബെറ്റർ ടു സ്റ്റാർട്ട് എ സീനിയർ പ്ലെയർ റോബർട്ട്സൺ ആൻഡ് റൈറ്റ് സൈഡില് ബ്രാഡ്ലി. വേറെ ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് സൊബോസ്ലൈ ഐ വാണ്ട് ഹിം ഡെഫിനറ്റ്ലി ഇൻ മിഡ്, because McAllister won't play like this, definitely. So midfield McAllister and Gravenberch should fit. Otherwise, there is no other options to start McAllister. Then Wirtz on this third mid item. Then up front, Gakpo, Ekitike and Salah. വേറെ വഴിയില്ല, ഗാക്പോ തന്നെയായിരിക്കും മാനേജേഴ്സ് പെറ്റ്. He has to start. He might do well. ഗാക്പോ കളിക്കുന്നത് തന്നെ മനസ്സിലായി, കാരണം നോ ഇമ്പാക്ട്. സെയിം ലൈനപ്പ് ആണോ? സെയിം. ഐ മീൻ വേറെ ഓപ്ഷൻസ് എന്ന് പറയാൻ മാത്രം ആസ് ഗണേശൻ മെൻഷൻ, റൈറ്റ്, വേറെ ഓപ്ഷൻ എല്ലാം മാറ്റാൻ പോലും ആൾക്കാരില്ലാത്തൊരവസ്ഥയിലാണ്. സോ ബ്രാഡ്ലി, മാമ അറ്റ് ദ ബാക്ക്, ബ്രാഡ്ലി, കൊണാറ്റെ, VVD, Robertson again. I would again prefer Robertson. It would create some kind of stability first. പെട്ടെന്നുള്ള മാറ്റങ്ങൾ നിർത്തിയിട്ട് നമുക്ക് we have to start winning. അപ്പൊ അത് സോ റോബർട്ട്സൺ, ഗ്രാവൻബെർച്ച് if fit he has to start. പക്ഷെ ഫിറ്റ് ആണോ എന്നുള്ളത് nobody knows. അതല്ലാന്നുണ്ടെങ്കിൽ it will be McAllister there. പിന്നെ സോബോസ്ലൈ McAllister ആയിരിക്കും ഡബിൾ പിവറ്റ് പോലെ. Wirtz slightly up front three of same thing, Salah, Ekitike and Gakpo. സുദീപ തന്നെയാണോ പറയണേ? അല്ല, എനിക്ക് പറഞ്ഞത് 4-2-2 തന്നെ, 4-2-4 ആ ഫോർമേഷൻ തന്നെ ആയിരിക്കും. പറഞ്ഞ പോലെ പ്ലേയേഴ്സ് ഒക്കെ ഇതൊക്കെ തന്നെ, പക്ഷെ ഈ 3 in the middle ആവില്ല. ഗ്രാവൻബെർഗ് ഉണ്ടാവില്ല. അപ്പൊ സൊബോസ്ലൈയും McAllisterഉം മിഡ്ഫീൽഡില്, പിന്നെ വേർഡ്സ് കുറച്ച് റൈറ്റിലേക്ക് നീങ്ങിട്ട് അങ്ങനെ ഉള്ളിലേക്ക് കയറി. സല അങ്ങനെ റൈറ്റ് വിങ് ആയിട്ടായിരിക്കില്ല, സെൻട്രലായിരിക്കും, ഫോർവേഡ് എന്നുള്ള ഇതിലായിരിക്കും കളിക്കാൻ സാധ്യത. അങ്ങനെയാണ്. ബാക്കി ലൈനപ്പ് ഒക്കെ സെയിം തന്നെ, ഫോർമേഷൻ എങ്ങനെയായിരിക്കും തന്നെയാണ് സാധ്യത. നമ്മൾ അതില് തന്നെ ആസ്റ്റൺ വില്ല ആക്ച്വലി ഓൺ ഫോം അല്ലേ? ആസ്റ്റൺ വില്ല ഹാവ് ബീൻ വിന്നിംഗ്. ദേ ബീറ്റ് സിറ്റി ലാസ്റ്റ് ഗെയിം. 4-5 മാച്ച് അടുപ്പിച്ച് ജയിച്ചു തോന്നുന്നു ഇപ്പൊ. ആക്ച്വലി ഒറ്റ കളി തോറ്റതാണ് യൂറോപ്പ് കളിച്ചിരുന്നല്ലോ. ആ കളി പൊട്ടിയിട്ടുണ്ട്. പക്ഷെ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഐ തിങ്ക് 6 wins out of 7 wins. അവര് see the thing about Aston Villa is that they are a ball playing team. അപ്പൊ സ്ലോട്ട് കംപ്ലൈന്റ് പറയുന്ന പോലെ മറ്റേ ക്രോസസും മറ്റേ ഇതും ഒന്നും ഉണ്ടാവില്ല. they will try to play the proper football. എങ്ങനെയായിരിക്കും അവരുടെ സെറ്റപ്പ്? what will be their composition? അവരെ ബാക്ക് 6 മാറാൻ ചാൻസ് ഇല്ല. ഇറ്റ് ഷുഡ് റിമെയിൻ ദ സെയിം. മാറ്റി കാഷ്, ക്വാൻസ, ലുക്കാഡീനി അറ്റ് ലെഫ്റ്റ്. എന്താ പറയാ, മുന്നോട്ട് പോവാണെന്നുണ്ടെങ്കിലും ഇറ്റ് വുഡ് ബി കമാര, മെഗൻ വുഡ് ബി അറ്റ് പ്രോബബ്ലി. വെരി അണ്ടർറേറ്റഡ് പ്ലെയർ ആണ് ശരിക്കും. നമ്മുടെ ടീമിന് നമ്മളിപ്പം കുറെ ബ്രിഡ് പ്ലേയേഴ്സിനൊക്കെ കളിയാക്കിയെന്ന് പറയുന്നെങ്കിലും മെഗിൻ പോലത്തെ ഒരു ശരിക്കും പറഞ്ഞ ജോർഡൻ ഹെൻഡേഴ്സൺ മോൾഡില് ഒരു പ്ലെയർ, പുള്ളിയുടെ അങ്ങനത്തെ ഒരു പ്രസൻസ് ആക്ച്വലി നമ്മുടെ കമന്റ്സിൽ ഒരാൾ ഇട്ടുണ്ടായിരുന്നു. അതായത് നമ്മളെല്ലാം ടെക്നിക്കൽ പ്ലെയേഴ്സിന് മേടിച്ച് നമുക്ക് ഫിസിക്കലായ ഒരു പ്ലെയറും ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നൊരു സാധനം പറഞ്ഞിരുന്നു. ആൻഡ് ഐ ഫീൽ പ്രീമിയർ ലീഗ് കളിക്കുമ്പോൾ യു നീഡ് പീപ്പിൾ വിത്ത് മെറ്റൽ. ആ ഒരു കളിയിൽ അങ്ങ് നിൽക്കാനുള്ള പ്ലെയേഴ്സ് നമ്മുടെ ടീമിന് ഇല്ല ആക്ച്വലി. ബിക്കോസ് ഈവൻ പെപ് ഗാർഡിയോള യൂസസ് യുവർ റോഡ്രി, ഫെർണാണ്ടിനോ,
അങ്ങനത്തെ ഒരു 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 മസിലുള്ള ഒരു ബിൽട്ടുള്ള ഒരു പ്ലെയറെ നിൽക്കുന്നുണ്ടായിരുന്നു. സോ അവിടെയാണ് ശരിക്കും വി ആർ ലൂസിങ് ദ ഗെയിം ഇൻ എ വേ. അതെ, ഈ ആ ഒരു നമ്മുടെ PSG ടാക്ടിക്സ് കോപ്പി എന്ന് പറഞ്ഞ പോലെ സെയിം തിങ്. Playing all these good technical players, so most like naturally a physique ഉള്ളത് കൊണ്ട് he can play, but everybody else is falling apart. എന്താണ് പ്രഡിക്ഷൻ മാച്ചിലെ? വാട്ട് ഡു യു തിങ്ക്? ലൈക്ക് നമ്മൾ എല്ലാ മാച്ചുകളും ജയിക്കുന്ന പ്രഡിക്ഷൻ കൊടുത്തിട്ട് വി ആർ നോട്ട് ചുമ്മാ. We can hope that it's a probably a 2-1 win എന്നൊക്കെ താല്പര്യമുണ്ട് പറയാൻ. But with the way it looks, probably a 1-1. 1-1 നമ്മൾ എന്തായാലും ജയിക്കും. ഈ മാച്ച് നമ്മള് ഒരു 2 goals എന്തായാലും അടിക്കും. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അറ്റാക്ക് ചെയ്ത് തന്നെ കളിക്കുള്ളൂ. നമ്മള് ഇവരാണെങ്കിൽ ഡിഫൻസ് 6 പേരൊക്കെ ബാക്കിൽ അങ്ങനെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കും, നമ്മൾ അറ്റാക്ക് ചെയ്യും, അവർ കൗണ്ടർ അറ്റാക്ക് ചെയ്യും. നമ്മൾ നോക്കാം, നമുക്ക് ഗോൾ അഗേൻസ്റ്റ് വരും, പക്ഷെ നമ്മൾ ഗോൾ അടിക്കും. നമ്മൾ 2-1 ജയിക്കുന്നുള്ളത് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യണത്. നമ്മൾ വീണ്ടും ജയിച്ചു തുടങ്ങുന്ന ഒരു മാച്ച് ആയിരിക്കും ഇത്. അതും പുതിയ ടാക്ടിക്സിന്റെ ആ ഒരു വേറെ സ്റ്റേജിലേക്കൊക്കെ കടക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ മെയിൻ പ്ലേയേഴ്സ് ഒക്കെ റെസ്റ്റ് എടുത്തൊക്കെ കഴിഞ്ഞ് അവരിനി ഫ്രഷ് ആയിട്ട് വന്ന് അതിലേക്കാണ് നോക്കണത്. ഗണേശന് ഒരു പ്രതീക്ഷയില്ല, ഗണേശൻ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നൊക്കെ. ഗണേശന് പ്രതീക്ഷയൊക്കെ വരും. ഈ മാച്ചും കൂടി ഗണേശന് മാത്രമല്ല, ഇവിടെ പ്രതീക്ഷ എന്ന് പറയുന്നത് മാനേജറിന്റെ വേർഡ്സിലാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് ആള് പറഞ്ഞു പ്ലെയറിനെ റെസ്റ്റ് ചെയ്തത് ആ 3 ക്രിട്ടിക്കൽ ഗെയിംസിന് കളിക്കാൻ വേണ്ടിയിട്ടാണ്. സോ അതിലെന്തായാലും പോസിറ്റീവ് റിസൾട്ട് എന്തായാലും എടുക്കണം. സോ ഹോപ്പിംഗ് ഫോർ എ 2-1 win. I'm not going for a clean sheet today this time. Considering our defense performance. So 2-1 Liverpool. അങ്ങനെയും പറയാം. അതുകൊണ്ടാണ് ഒരു 2-1 എന്ന് പറയുന്നത്. പറ്റെങ്കിൽ 1-0 96 minutes ആഡഡില് 6ാമത്തെ മിനിറ്റിൽ അടിച്ചാൽ മതി. ഗണേഷ് പറഞ്ഞിട്ട് ഗണേശിന് സ്ലോട്ടിൽ യാതൊരു വിശ്വാസമില്ലാത്ത പോലെയാണല്ലോ. സ്ലോട്ടില് ഉള്ള ബിലീഫ് ഒക്കെ നഷ്ടപ്പെട്ടോ. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഗ്രൂപ്പിൽ ഇന്നാണ് ഒരു ഇതായിട്ട് നോക്കിയതാ, ഒരു പോൾ ഉണ്ടാക്കി നോക്കി എങ്ങനെയാ ഇപ്പൊ സ്ലോട്ടിനെ കുറിച്ചിട്ടുള്ള ആൾക്കാരെ എന്താണ് അഭിപ്രായം നേരത്തെ. എനിക്കൊരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല, ഞാൻ അതുകൊണ്ട് അതിൽ വോട്ട് ചെയ്യാത്ത. കുറെ പേര് പറഞ്ഞു ഞാൻ കാരണം വെച്ച് കഴിഞ്ഞാല് ആൾക്ക് എന്താണ് ഇഷ്യൂ എന്ന് അറിയുന്നുണ്ട്, പക്ഷെ അത് ഇപ്പോഴും ഫിക്സ് ചെയ്തിട്ടില്ല എന്നാ പറയുന്നത്. പിന്നെന്താണ് പ്രശ്നം? അത് ഫിക്സ് ചെയ്യാനല്ലാതെ വേറെ എന്തിനാണ് ആളെ കോച്ചായിട്ട് ഇരുത്തിക്കുന്നത്? ഒരു ടൈമിലെ കൂടെ പോകുന്നത്. കാരണം ഇഫ് വി പ്ലേ ലൈക്ക് ഹൗ വി ആർ പ്ലേയിങ്, ഇപ്പം നമ്മളിപ്പം ഇത്രയും തോറ്റു, ഇറ്റ്സ് എംബാരസിംഗ് ടു ലൂസ് 4 or 5 6 on a roll. യെസ്, ബട്ട് ഒരു എംബാരസിംഗ് റിസൾട്ട് ഉണ്ടായിരുന്നില്ല. വരുന്ന മാച്ചസ് മഡ്രിഡ് ആൻഡ് സിറ്റി. If we play the way we are playing, if the manager and the players don't turn up, it is going to be a big problem. But again, the optimistic me, I think we can win all these 3 also, but still you don't know. എനിക്ക് സിറ്റി ലോങ് ബോൾ കളിക്കണം അങ്ങനെയുള്ള പ്രശ്നം പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല, സിറ്റി ലോങ് ബോൾ കളിക്കുന്ന ടീമല്ല, നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും. അതുപോലെ റയൽ മാഡ്രിഡ് ചിലപ്പോ ലോങ് ബോൾ കളിച്ചു കേട്ടോ, ട്രെൻഡൊക്കെ കളിക്കണേ പ്രത്യേകിച്ച്. ഇതിപ്പോ എല്ലാ പ്രശ്നത്തിനും ഇങ്ങനെ വിളിച്ചു പോവിയാൽ മതി, അപ്പൊ ഓപ്പോണൻസിന് വല്ല ഐഡിയ കിട്ടും കളിക്കാനായിട്ട്. നമ്മളെങ്ങനെ തോൽപ്പിക്കാന്ന്. അത് ബുദ്ധിപരമായ നീക്കമാണ് സ്ലോട്ടിന്റെ. അതിനിടയിൽ കൂടെ സ്ലോട്ട് പുതിയ കാര്യങ്ങൾ നടത്താനുള്ള ശ്രമങ്ങളും അതിന്റെ ട്രെയിനിങ്ങും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും ആരും പെട്ടെന്ന് മനസ്സിലാക്കില്ല. സ്ലോട്ട് തന്ത്രപരമായ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം വരുന്ന മാച്ചുകളില്. അതാണ് ഗണേശ് എത്തിരി പ്രതീക്ഷ വന്നില്ലേ? ഇത് കാണുന്നവർക്കും കുറച്ചൊക്കെ പ്രതീക്ഷ വന്നിട്ടുണ്ടാവില്ലേ? തീർച്ചയായും. പിന്നെ വേറെ ഇതുണ്ട്, നത്തിങ് ബെറ്റർ. ഈ നെക്സ്റ്റ് 3 മാച്ച് റിസൾട്ടിനെ ബേസ് ആക്കിയിരിക്കും നമ്മുടെ ശരിക്കും സീസൺ തന്നെ. ലൈക് നോ മാറ്റർ വാട്ട്, ഇഫ് വി കാൻ വിൻ അറ്റ്ലീസ്റ്റ് 2 of these 3 games, it's be a very difficult period for us. ഈ സീസണിന്റെ ഒരു നേച്ചർ അതായിരിക്കും എനിക്ക് തോന്നുന്നു, അല്ലെ?
Like, are we still going for Premier League, or are we really realistically going for Champions League? See, personally, I don't think Slot is ever going to get sacked. That won't happen. ലിവർപൂൾ എന്ന ക്ലബ് അത് ഒരിക്കലും ചെയ്യില്ല. കാരണം അവർ പ്രീമിയർ ലീഗ് ജയിച്ച മാനേജറാണ്. നോ മാറ്റർ വാട്ട്, ബ്രെൻഡൻ റോജേഴ്സിനെ 3.5 years കിട്ടിയിട്ടുണ്ട്. സോ ഈ മീഡിയ ആൻഡ് ഫാൻസിന്റെ ഒരു ഇത് അതിലേക്കൊന്നും എത്തില്ല ഇത്. ബട്ട് സ്റ്റിൽ this season should not be wasted. Carabao കഴിഞ്ഞു. പ്രീമിയർ ലീഗ് we are 7 points off. ചാമ്പ്യൻസ് ലീഗ് ഓക്കെ, ഗ്രൂപ്പ് സ്റ്റേജ് എങ്ങനെയെങ്കിലും കയറിന് പ്ലേ ഓഫ് ഒക്കെ ഉണ്ടാവും ചിലപ്പം. സോ ഈ സീസൺ എന്നെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു ഈ നെക്സ്റ്റ് 3 matches കഴിഞ്ഞിട്ടുള്ള ഇന്റർനാഷണൽ ബ്രേക്ക് നമുക്ക് മനസ്സിലാവും. വെദർ വി ആർ സീരിയസ്ലി contenders, whether we are seriously looking for trophies, or we are just trying to build a new team for next 3 to 4 or 2 to 3 years. അല്ലെ ഓബൻ എന്ത് പറയുന്നു? അതിൽ തന്നെ നമ്മളിപ്പം ഈ സീസൺ എന്താണ് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് സേ ഇപ്പം വില്ല സിറ്റി നമ്മൾ 2 കളിയും പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ ദെൻ ടൈറ്റിൽ ചാലഞ്ചേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇറ്റ് വിൽ ബി ടു ഡീപ് ടു പുൾ അവേ. പക്ഷെ അപ്പോഴും ദർ ഇസ് എൻ ഓപ്ഷൻ വിത്ത് CL. കാരണം എങ്ങനെങ്കിലും ആ ടോപ്പ് എന്താ പറയുക പ്ലേ ഓഫ് ആണ് 2 കളി എക്സ്ട്രാ വരുന്നല്ലേ ഉള്ളൂ. ബട്ട് യു നീഡ് ടു ഫൈൻഡ് എ ക്ലച്ച് ഓൺലി ആഫ്റ്റർ മാർച്ച്. അപ്പം അതുവരെ ഒരു പ്രീ സീസൺ ആയിട്ട് മാറ്റേണ്ടി വരും. ജസ്റ്റ് മേക്കിംഗ് ഷുവർ PL top 4 in and around top 4 ഉണ്ടതില്ല. Not at all a discussion we would have planned in the pre-season, especially after being champions, but that's a reality. എനിവേ ഒരു കാര്യം ഉറപ്പായി ഈ സീസണിലെ ടാർഗറ്റ്സ് ഇപ്പൊ ക്വാർട്ടർബിൾ കിട്ടില്ല എന്നുള്ള ഉറപ്പായി. ട്രിബിളിന് ഇനി ചാൻസ് ഉള്ളൂ അല്ലെ, 3 കോമ്പറ്റീഷനിലെ ഇനി ചാൻസ് ഉള്ളൂ. ചാമ്പ്യൻസ് ലീഗിൽ നമ്മള് കുഴപ്പമൊന്നുമില്ല, നമ്മള് അത്യാവശ്യം 2 കളി ജയിച്ച് നിൽക്കുന്നുണ്ട്. നമുക്ക് ഇനിയും ചാൻസ് ഉണ്ട്. ടീം അങ്ങനെ സെറ്റ് ആയി വന്നു കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗിൽ നമുക്ക് ഇനിയും ഒരുപാട് അഡ്വാൻസ് ചെയ്ത് പോവാം. ചാമ്പ്യൻസ് ലീഗ് നമ്മുടെ സ്ഥലമാണ്, അവിടെ നമ്മളെപ്പോഴും രാജാക്കന്മാർ തന്നെ, നമ്മളങ്ങോട്ട് കയറിപ്പോ. മാത്രല്ല പ്രീമിയർ ലീഗ് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഈ സീസൺ എന്ന് പറഞ്ഞാൽ സണ്ടർലാൻഡ് വരെ എല്ലാ ടീംസിന്റെയും പോയിന്റ് എടുക്കുന്ന അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ്. എപ്പോ വേണമെങ്കിലും ഏത് ടീമിനും പ്രശ്നങ്ങൾ വരാം. എപ്പോ വേണമെങ്കിലും ഏത് ടീമിനെ വേണമെങ്കിലും പൊട്ടിക്കാം. നമ്മളിപ്പോ മോശം ഫോമിലാണ്, നമ്മളെ ടീം സെറ്റായി നല്ല ഫോമിൽ നമ്മൾ കണ്ടിന്യൂസ് ഒരു വിന്നിംഗ് സ്ട്രീക്കിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മറ്റു ടീമുകൾക്ക് ഇപ്പൊ കഴിഞ്ഞ ആദ്യത്തെ 5 മാച്ച് കഴിഞ്ഞപ്പോ എന്തായിരുന്നു, ആഴ്സണൽ 5 പോയിന്റ് ലീഡ്, ആഴ്സണേക്കാളും നമ്മൾ 5 പോയിന്റ് ലീഡിൽ നിൽക്കുന്നു. അവർ 5 കളി കഴിയണതിന് മുമ്പ് പെട്ടെന്ന് അത് മാറി പറയണം. ഇനി 5 കളി കഴിയുമ്പോൾ അത് വീണ്ടും മാറി ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ വരാം. കാരണം ഈ സീസൺ അങ്ങനെയുള്ള സീസണാണ്. നമ്മള് ഇപ്പോ സണ്ടർലാൻഡിന്റെ സ്റ്റോറിയാന്ന് തോന്നുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ. അതുപോലെ വേറെ ടീമുകളും അങ്ങനെ എല്ലാവരും ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന. പ്രീമിയർ ലീഗ് അൺപ്രഡിക്റ്റബിൾ ആണ്. നമ്മളിപ്പോഴും വി ആർ സ്റ്റിൽ ഇൻ ദ ടൈറ്റിൽ റൺ, അല്ലെങ്കിൽ ടൈറ്റിൽ ചേസ്, അല്ലെങ്കിൽ അതിന്റെ അതില് നമ്മളുണ്ട്. പിന്നെ FA കപ്പ് വരാൻ ഈ സമയം കിടക്കില്ല. നമ്മൾ അപ്പോഴേക്കൊക്കെ അടിച്ചു കയറി നല്ല ഫോമിലെത്തും. ആ ഒരു പോസിറ്റീവ് നോട്ടില് നമുക്ക് മറ്റു മാച്ചസ് ദിസ് വീക്കെൻഡ് വിൽ ലുക്ക്. ഫസ്റ്റ് മാച്ച് United versus Nottingham Forest versus United. Big game for Amorim. നല്ല ഫോം ആണ്. ബാക്ക് ടു ബാക്ക് വിൻസ്. ടോപ്പ് 4 എത്തി. ഷോൺ ഡൈഷ് അറ്റ് ഫോറസ്റ്റ്. ഓക്കെ സ്റ്റാർട്ട്. എന്താണ്, I think I'm going for United win there. Yeah, it has to be United win. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഷോൺ ഡൈഷ് has not yet been stamping അതിൽ ടൈം കിട്ടിയിട്ടില്ല. He usually is a stop gap manager, but ഈ സീസണിൽ it doesn't look like he's going to quick fix. എങ്ങനെങ്കിലും സർവൈവ് ചെയ്യാന്നുള്ളത് ആ ഒരു മോട്ടോ ആണെന്ന് തോന്നുന്നുണ്ട്. And maybe slowly build up. And United is actually on a form. They are playing well. നമ്മൾ എത്ര 3 at the back ഒരു റിഗ്രസീവ് ആണ് എന്ന് പറഞ്ഞാലും ഹീസ് മേക്കിംഗ് സംതിങ് ഔട്ട് ഓഫ് ഇറ്റ് റൈറ്റ് നൗ. കുറെ കാലം, ഒരു വർഷമായിട്ട് ഹീസ് എത്ര ക്രിറ്റിസിസം വന്നിട്ട് ഹി സ്റ്റക്ക് വിത്ത് ഇറ്റ്. ദിസ് ഇസ് വാട്ട് ഐ ആം ഗോയിങ് ടു ഡു എന്നുള്ളത്. ആൻഡ് ടു ആൻ എക്സ്റ്റെന്റ് ഹി ഈസ് ഗെറ്റിംഗ് റിസൾട്ട്. ടൈറ്റിൽ ചാലഞ്ചസ് ഒന്നും പറയുന്നില്ല, ബട്ട് ഹി ഈസ് ഗെറ്റിംഗ് ദം അപ് ടു ലെവൽ വേർ ദേ ക്യാൻ കമ്പീറ്റ് ഇൻ ആൻഡ് അറൗണ്ട് ടോപ്പ് 4 നൗ. എനിക്ക് ഒരു കാര്യം മാത്രമേ നോക്കണുള്ളൂ. ഇപ്പൊ യുണൈറ്റഡ് 3 കളിയൊക്കെ ആയില്ലേ ജയിക്കണോ കണ്ടിന്യൂസ് ആയിട്ട്. ഒരു ചങ്ങായി ഉണ്ടല്ലോ മുടി വെട്ടാൻ നടക്കുന്നത്, 5 മാച്ച് ജയിച്ചു കഴിഞ്ഞാൽ മുടി വെട്ടുന്ന ആ പുള്ളിക്ക് മുടി വെട്ടാനുള്ള
സപ്പോസ് നാളെ കളി ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി എ എന്താ പറയാ യൂറോപ്പ ഫൈനൽ റീമാച്ച് അഗെയിൻ. അടുത്ത ടോട്ടനം ആണ് അവർക്ക്. ഓക്കെ. ഗണേശ എന്താ പറയുന്നത്? യുണൈറ്റഡ് ജയിക്കുന്നതാണോ? ഞാന് യുണൈറ്റഡ് മേ ബി ജയിക്കുകയായിരിക്കും. പക്ഷെ നോട്ടിംഗം ഫോറസ്റ്റിൽ ആ പ്ലേയേഴ്സിന്റെ മെന്റാലിറ്റി എനിക്ക് ഇഷ്ടമായി. കാരണം അവര് മനസ്സിലായി. അത് നോട്ടിംഗം ഫോറസ്റ്റിന്റെ പ്ലേയേഴ്സിന്റെ മെന്റാലിറ്റി നല്ലൊരു ചേഞ്ച് ഉണ്ട്. അതായത് പോസ്റ്റക്കോഗ്ലുവിൽ നിന്ന് ഷോൺ ഡൈസിലേക്ക് വരുമ്പോ എനിക്ക് ആകെ ഡിഫറൻസ് തോന്നിയത് മോർഗൻ ഗിബ്സ് വൈറ്റിന്റെ പെർഫോമൻസിനെ കുറിച്ചാണ്. ഹി വാസ് സോ ലേസി അണ്ടർ ആംഗെ. അപ്പൊ ഇത് കാണാൻ പറ്റുന്നുണ്ട്, ആ ഒരു എനർജി കാണാൻ പറ്റുന്നുണ്ട്. ഇറ്റ് വിൽ ബി എ ഗുഡ് മാച്ച്. മൈറ്റ് ബി യുണൈറ്റഡ് മൈറ്റ് വിൻ. പിന്നെയുള്ള മാച്ച് നമ്മുടെ ടൈറ്റിൽ ഫേവറേറ്റ്സ് ആർസണൽ അവേ അറ്റ് ബേൺലി. ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഐ തിങ്ക് ഇറ്റ് വിൽ ബി എ സ്ട്രേറ്റ് ഫോർവേഡ് വിൻ ഫോർ ആർസണൽ. Maybe, but Burnley on a good run, we don't know. They are really playing well actually. Their strikers are in good form. Arsenal didn't concede at all in October. I think first time in PL or even in English competitions that a team has not even conceded and won all. Amazing. That shows their defensive shape. Adana score first and defend like hell. That's it. അതായത് അവരുടെ സെറ്റ് പീസിനെക്കാട്ടും what I like about them is that the defending is immaculate. The game of the weekend, Spurs versus Chelsea. Wow, entertainment. Entertainment. They are so much unpredictable that our game does not make any comparison. നമുക്ക് ഇത്രയും ഒരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിലും we know that this is എന്താ പറയാ ഒരു സ്ക്രിപ്റ്റ് ഉള്ള പോലെ. we'll play bad, we may win, we might not win. പക്ഷെ അപ്പോഴും there is something that we know ഇങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത്. ഈ രണ്ട് ടീമിന് അതൊരു സാധനമില്ല. മാത്രല്ല ഇങ്ങനെയുള്ള മാച്ചുകളുണ്ട്. ലണ്ടൻ ഡെർബിയാണ്. ഇവര് തമ്മിലുള്ള മാച്ചിൽ ചിലപ്പോ 4 ഗോള് 4-4 4-5 അങ്ങനെയുള്ള സ്കോറൊക്കെ കണ്ടിട്ടുണ്ട്. ചെൽസിക്ക് ഒരു ഹിസ്റ്ററി ഉണ്ട്. പണ്ട് വൈറ്റ് ഹാർട്ട് ലൈനിലായിരുന്നപ്പോ ചെൽസി യൂസ് ടു കോൾ ഇറ്റ് വാസ് 3 point ലൈൻ. അതായത് അവിടെ എപ്പോ പോയാലും അവർക്ക് 3 points. സോ നല്ല മാച്ച് ആയിരിക്കും തോന്നുന്നു. ഐ ഗോയിങ് ഫോർ 3-3 4-3 whatever it is, ആ ഒരു സ്കോർ ലൈൻ ആയിരിക്കും. ഹൈ സ്കോറിംഗ് ഗെയിം ആയിരിക്കും. ഉറപ്പാണ്. ചെൽസി തന്നെ ഒരുപാട് അവര് തന്നെ അതായത് സ്പേഴ്സിന് ഗോൾ അടിക്കാൻ പ്ലാൻ ഇല്ലെങ്കിൽ ചെൽസി ഇട്ട് കൊടുക്കും. അടിക്കടാ വരണം പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും. കാരണം ഡിഫൻസ് ആ ഷേപ്പിലാ കിടക്കുന്നത്. ഒരു പ്രൊഡിക്ഷൻ ആർക്കായിരിക്കും റെഡ് കാർഡ് ചെൽസിയിൽ? മാനേജർ മേടിച്ചു. ഇനി വേണമെങ്കിൽ അസിസ്റ്റന്റ് മാനേജറോ അല്ലെങ്കിൽ വല്ല സെറ്റ് പീസ് കോച്ചോ മറ്റേ ആയിക്കോട്ടെ. ഓരോ കളി കൺസിസ്റ്റന്റ് ആയിട്ട് റെഡ് കാർഡ് മേടിക്കുന്നുണ്ട്. ആരെങ്കിലൊക്കെ മേടിക്കുന്നുണ്ട്. ആക്ച്വലി ഒരു വേറൊരു ഗെയിം ഉണ്ട് വിച്ച് ഐ തിങ്ക് ഫോർ nerdy point of view will be a good game. City versus Bournemouth. Yes. I think it will be a very, very good game to watch for a tactical battle, and also whether Bournemouth can keep Haaland at bay. I know Bournemouth will contain Bournemouth's attack or not. അതും നോക്കണം. നമ്മള് ഫെർമിനിയോ മാനെ സാലെ ഒക്കെ ആയിട്ട് സിറ്റിയുടെ അവിടെ പോയിട്ട് നമ്മള് ഭയങ്കര അഗ്രസീവായിട്ട് പ്രസ് ചെയ്തിട്ട് നമ്മള് തുടക്കം തന്നെ 2-3 ഗോളൊക്കെ അടിച്ച ആ മാച്ച് ഉണ്ടല്ലോ 15 മിനിറ്റിനുള്ള 4 ഗോളൊക്കെ ആ രീതിയിൽ വരുന്ന രീതിയിലുള്ള പ്രസ്സിംഗ് ആയിരിക്കും ബോൾമത്തിന്റെ. അതിനൊരു ആ രീതിയിലായിരിക്കും ആ മാച്ച് പോവാ. എനിക്ക് തോന്നുന്നത് വളരെ അഗ്രസീവായിട്ട് സ്റ്റാർട്ടിങ് തന്നെ അവർ പ്രസ് ചെയ്യും. അവര് നേരത്തെ ഗോൾ അടിക്കാൻ ചാൻസ് ഉണ്ട് ബോൾമത്ത്. അത് കഴിഞ്ഞ് സിറ്റി കുറച്ചു നേരം കഴിയുമ്പോൾ സിറ്റി തിരിച്ചൊന്നും ഗോൾ അടിക്കാൻ നോക്കില്ലോ. അങ്ങനെ ഒരു മിക്കവാറും ബോൾമത്തിന് ജയിക്കാൻ പറ്റുന്ന ഒരു മാച്ച് പോലെ എനിക്ക് തോന്നണേ. എനിക്ക് ഫീൽ ചെയ്യണം അങ്ങനെയാണ്. ബോൾമത്ത് ആ മാച്ച് ജയിക്കും. എന്താന്ന് വെച്ചാൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ചേഞ്ചസ് ദി എൻറ്റയർ കോംപ്ലക്ഷൻ. റോഡ്രിന്റെ ഇഞ്ചുറിക്ക് ശേഷം ഐ ഡോണ്ട് തിങ്ക് ഹി വിൽ ബി അവൈലബിൾ കൺസിസ്റ്റന്റ്ലി. Maybe he is preparing for the World Cup or whatever. Because പുള്ളിക്ക് അത് റിസ്ക് എടുക്കാൻ പറ്റില്ല. കാരണം വെർജിൽ വാൻ ഡൈക്കിന് വന്നു എന്ന് പറയുന്നത് സെന്റർ ബാക്കും ഓൾ ആക്ഷൻ മിഡ്ഫീൽഡറും 2-2ആണ്.
അതെ 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 നമ്മൾ തിരിയുന്നതും മറിയുന്നതും എല്ലാം സെന്റർ ബാക്കിന്റെ കയ്യിലായിരിക്കും, സോറി മിഡ്ഫീൽഡറിന്റെ കയ്യിലാണ്. അതെ അതെ നമ്മുടെ സെന്റർ ബാക്കിൽ കുറച്ച് അങ്ങ് ഇറ്റ്സ് മച്ച് ഈസിയർ ടു ബി ഓണസ്റ്റ്. യെസ് So I അതെ think അതെ Rodri has a chance to remain consistently fit. പക്ഷെ സിറ്റി ആയതുകൊണ്ട് they'll buy a replacement in Nico Gonzalez was a replacement അല്ലേ? Yeah. അതെ അതെ റീപ്ലേസ്മെന്റ് ആണ് അതെ, replacement. അവർക്ക് റെയിൻഡേഴ്സ് ഉണ്ട്. റെയിൻഡേഴ്സിനെ റോള് മാറ്റി കളിപ്പിക്കാവുന്നതേ ഉള്ളൂ. റെയിൻഡേഴ്സ് ആൻഡ് നിക്കോ ഗോൺസാലസ്, ബെർണാർഡോ സിൽവ ബോൾ കാരിയറായിട്ട് അടിപൊളിയായിട്ട് കളിക്കും. സോ ദേ ക്യാൻ അഡ്ജസ്റ്റ് വിത്ത് ദാറ്റ്. Rangers പക്ഷെ actually tried that ബോൺമോത്തിന്റെ last week. ഇന്റൻസിറ്റി ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. Yeah. അതാണ് അതായത് Rangers last week വില്ലനെ കൂടെ ചെയ്തിട്ട് it didn't work out. അതാണ് പിന്നെ അവസാനം അവനെ മാറ്റി നിക്കോനെ കൊണ്ടുവരേണ്ട ഗതി വന്നത്. ഈ നൂനേസിന് അവിടെ എന്താ കളിപ്പിക്കാത്തെങ്കിൽ മനസ്സിലാവുന്നില്ല. ബിക്കോസ് അയാള് ശരിക്കും ഡിഫൻസീവ് മിഡ്ഫീൽഡർ അല്ലേ? ബോൾ കാരിയർ ആണ്, ഡിഫൻസീവ് മിഡ്ഫീൽഡർ അല്ല. മത്തേസ് ന്യൂനസ് അല്ല, പക്ഷെ ന്യൂനസ് വുൾസിന് നമ്പർ 8 ആയിട്ട് കളിച്ചത്. കാൽവിൻ ഫിലിപ്സിനെ വാങ്ങിയപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു. ഹി കെയിം അപ്പ് ദെൻ completely avoided him. ആ ഒരു അവസ്ഥയാണ് ന്യൂസ്. പെപ്പിന് ആക്ച്വലി ഹി ഹാസ് എ വേ എ പ്ലെയർ ഷുഡ് പ്ലേ. അതല്ലാന്നുണ്ടെങ്കിൽ he doesn't play at all. ആള് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞായിരുന്നു മത്തേസ് ന്യൂനസ് is the best right back. റൈറ്റ് ബാക്കിലാണ് മാക്സിമം യൂസ് ചെയ്യാൻ പോകുന്നത്. കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ട കാര്യങ്ങളായിരിക്കില്ല ഒരു പ്ലെയറില് പെപ്പ് കാണണേ. ഗാഡിയോള പ്ലെയറിന്റെ കളി ട്രെയിനിങ് കാണുമ്പോ ഇയാളെ ഈ പൊസിഷനിലാണ് പെർഫെക്റ്റ്, അത് പിന്നെ അവിടെയാണ് കളിക്കുക. അതാണ് പെപ്പിന്റെ ഒരു സ്ലോട്ടോ. സ്ലോട്ടിന് കൃത്യമായിട്ട് ഐഡിയ ഉണ്ട്, വെൽ ഡിഫൈൻഡ് ഐഡിയ ടു പ്ലേ. അതാണ് നമ്മുടെ പ്ലേയേഴ്സിനെ ഇപ്പോ കേക്കസിനെ നമ്മളെ എങ്ങനെ കണ്ട പോലെ അല്ല കളിപ്പിക്കുന്നത്. ഓരോ സ്ലോട്ടിന്റേതായ ഒരു വേറെ വീക്ഷണമുണ്ട്. പക്ഷെ സ്ലോട്ട് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു പെപ്പ് ഗാർഡിയോള അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ജനറേഷൻ ആണ് സ്ലോട്ട് അതിന്റെ മേളിലേക്കുള്ളതായിരിക്കണം. അത് നെക്സ്റ്റ് ഒരു ഇതൊക്കെ കണ്ട് പഠിച്ച് ഇതിൽ നിന്നാണല്ലോ പിന്നെ അഡാപ്റ്റ് ചെയ്ത് പുതിയ കാര്യങ്ങളിലേക്ക് എത്തണേ. അപ്പൊ ഇന്നോവേഷൻ ഈ പെപ്പ് ഗാർഡിയോളയെന്ന് നെക്സ്റ്റ് ഇതിലെന്താണോ അതാണ് ആള് ചിന്തിച്ചുകൊണ്ടിരിക്കണേന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ വേറെ ഏതെങ്കിലും മാച്ച് നമ്മള് I think Sunderland Everton will be a good game. വെസ്റ്റ് ഹാം ഇത്തവണ ജയിച്ചേ പറ്റും. നമ്മൾ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞു വെസ്റ്റ് ഹാം ജയിച്ചേ പറ്റൂന്ന്, അത് തോറ്റു. എല്ലാ ആഴ്ചയും പറയേണ്ടി വരും. ഇതിങ്ങനെ അവരെ കളി കണ്ടിട്ട് തോന്നുന്നില്ല. Nuno will need a window. Nuno's ജാനുവരിയിൽ കുറച്ച് പ്ലേയേഴ്സിനൊക്കെ മേടിച്ച് he will try to keep them up. ശരിക്കും ഈ ഹാമേഴ്സിന്റെ അവസ്ഥ സണ്ടർലാൻഡും മറ്റേ ബേൺലിയും ലീഡ്സ് ഒക്കെ കൂടി ഹാമറിനെ അടിച്ച് താഴേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയായി പോകുന്നു തോന്നുന്നത്. ആ രീതിയിലേക്കാണ് ഈ കളിയാണ് പോണെങ്കിൽ റെലഗേഷൻ അതിലാണ് വെസ്റ്റ് ഹാമിന്റെ ഒരു. വൈൻഡ് അപ്പ് ദ ഷോ. നമ്മൾ കുറെ നേരം ഇങ്ങനെ കഷ്ടപ്പാടും ദുരിതവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഐ തിങ്ക് ആസ്റ്റൺ വില്ല, എനിക്കെന്താ അറിയാം, എന്റെ പ്രതീക്ഷ ടു ബി ഓണസ്റ്റ്, ഇറ്റ്സ് എ നൈറ്റ് ഗെയിം അറ്റ് ആൻഫീൽഡ്. ഫസ്റ്റ് ടീം ഗോട്ട് റെസ്റ്റഡ് ഫോർ 6 days 7 days. വൃത്തിക്ക് വന്ന് കളിച്ചാലും നമുക്ക് ജയിക്കാനുള്ള ടീം ഇപ്പോഴും ഉണ്ട്. നമ്മൾ ചെയ്യോ ഇല്ലയോ എന്നാണ് ചോദ്യം. And I think it's a very important game for us to win because it's Madrid and City next. And I hope നമ്മുടെ ബാഡ് റൺ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ തന്നെ അങ്ങ് തീർന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നു. തോട്ട്സ് ടു നല്ലോ പാവം കളി റെഡിൽ തുടങ്ങി റെഡിൽ അവസാനിച്ചു, തീർന്നു എന്ന് വെക്കാം. സുദീപിന് അവസാനമായിട്ട് ക്ലോസിംഗ് കമന്റ്സ്, പോസിറ്റിവിറ്റി. നമ്മുടെ ഫാൻസ് ഒരുപാട് പേര് സ്ലോട്ട് ഔട്ട് ഉണ്ട്, സ്ലോട്ട് ഇൻ ഉണ്ട്. സുദീപിന്റെ ആ പോസിറ്റിവിറ്റി അവർ കുറച്ചുകൂടി പകർന്നു കൊടുത്തുകൊണ്ട് നമുക്ക് അവസാനിപ്പിച്ചു. അത് എല്ലാവരും വെറീഡാണ്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവരും ഫസ്റ്റ് സീസണിൽ നമ്മൾ ലീഗ് അടിച്ചു സ്ലോട്ടിന്റെ വീട്ടില്. അതോടുകൂടി ആ എക്സ്പെക്ടേഷൻ ഒക്കെ എല്ലാവരുടെയും മാറി. അപ്പോ ആ ഒരു ഹൈ ഇതിൽ നിന്നാണ് പെട്ടെന്ന് എല്ലാവരും അങ്ങനെ ഡിമ്മായി പോയത്. പക്ഷെ എല്ലാവരും മനസ്സിലാക്കുന്നത് FSG എന്ന് പറയാം, നമ്മള് MLB ഒക്കെ കാണുന്നവർക്ക് അറിയാം, ബോസ്റ്റൺ റെഡ് സോക്സിന്റെ
അവര് ഇതുപോലെ അവര് മാനേജറെ മാറ്റി ഒരുപാട് കളി അടിച്ച് തോക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് അവർ ചേഞ്ച് വന്നിട്ട് പിന്നെ കയറി വരിക. കാരണം ഇവരുടെ മാനേജർ അപ്പോയിന്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് ആളെ പഠിച്ച് ആളെ കൃത്യമായിട്ട് ആളുടെ ടാക്ടിക്സ് ആളുടെ സ്റ്റൈൽ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്. വളരെ പണി അതിന്റെ ബാക്കിൽ നടത്തുന്നുണ്ട്. അങ്ങനെ കൊണ്ടുവന്ന ആളാണ് സ്ലോട്ട്. അപ്പൊ സ്ലോട്ട് ഈ ഒരു സീസണിന്റെ ടാർഗറ്റോ അങ്ങനെയല്ല, അതൊരു ലോങ് ടേം പ്രോജക്റ്റ് ആണ് സ്ലോട്ട് എന്ന് പറയുന്നത്. ആ ലോങ് ടേം പ്രോജക്റ്റിലേക്കുള്ള ഇതില് ഒരു ചെറിയ ഒരു ഹിക്കപ്പ് മാത്രമാണ് ഈ ഒരു ഇത് ഉണ്ടായിട്ടുള്ളത്, ഈ മാച്ചസ് തോക്കുക. പക്ഷെ ഇവഞ്ച്വലി ഇറ്റ് വിൽ ഗെറ്റ് ബെറ്റർ. കാരണം അതാണ് ഇവരുടെ വിഷൻ. ഇത് ഒരുമിച്ചുള്ള ഒരു FSGയുടെ ഇതില് എഡ്വേർഡ്സ് ഉണ്ട്, ഹ്യൂഗ്സ് ഉണ്ട്, സ്ലോട്ടും ഉണ്ട്. അപ്പൊ ഇവരെല്ലാരും കൂടി ചേർന്നിട്ടുള്ള ഒരു ലോങ് ടേം പരിപാടിയാണ് നടക്കുന്നത്. അതൊരു ഈ ഒരു ഷോർട്ട് ടേമില് ചെറിയ ഹിക്കപ്സ് ഉണ്ടായെന്ന് വെച്ചാൽ യാതൊരു പ്രശ്നം, ആരും പേടിക്കണ്ട. നമ്മൾ തിരിച്ച് ആ ലോങ് ടേം നമ്മൾ വളരെ നല്ലതാണ്. ലോങ് ടേം മാത്രമല്ല, ലോങ് ടേം എന്ന് പറയുമ്പോൾ ഷോർട്ട് ലോങ് ടേം എന്ന് പറയാം. ഈ സീസൺ തീരുമ്പോഴേക്കും ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ കുറച്ചുകൂടി നല്ല രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്യും, നമ്മൾ ചലഞ്ച് ചെയ്യും, ടൈറ്റിൽ ചലഞ്ച് ചെയ്യുകയും ചെയ്യും. മാത്രമല്ല അടുത്ത സീസണിൽ നമ്മൾ കുറേയും കൂടി ബെറ്ററായി നമ്മൾ നമ്മുടെ ആ ക്ലോപ്പിന്റെ സമയത്ത് ഉണ്ടായിരുന്ന പവർ ഉണ്ടായിരുന്നില്ല, ആ പവറിലേക്ക് തന്നെ നമ്മൾ തിരിച്ചെത്തുന്ന ഇതിലേക്ക് തന്നെയാണ് പ്ലാൻ. അതുകൊണ്ട് ആരും പേടിക്കണ്ട, നമ്മൾ ജയിച്ചു കൊടുക്കും. ഓക്കെ, അപ്പോ വില്ല മാച്ചാണ്. സ്ലോട്ടിനെ സുദീപ് ഡിഫെൻഡ് ചെയ്ത പോലെ നമ്മുടെ ഡിഫൻഡേഴ്സും ഡിഫെൻഡ് ചെയ്ത് വിചാരിക്കുന്നു. അറ്റ്ലീസ്റ്റ് വി ഹാവ് ടു വിൻ ദ ഗെയിം. ഓൺ ദാറ്റ് നോട്ട് ഐ തിങ്ക് വി ക്യാൻ വൈൻഡ് അപ്പ്. ലോങ് ടേം ഷോർട്ട് ടേം ഗോൾസ് നോക്കാം. കുറച്ച് ഗോൾസ്. അതെ, അപ്പൊ എല്ലാരും ഈ കമന്റ്സ് ഒക്കെ ഇടാം. നമ്മള് ഈ പറയുന്ന കാര്യങ്ങൾ ഇതുപോലെ നിങ്ങൾ പറയുന്ന കമന്റ്സ് നമ്മൾ ഇതില് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുപേരുടെ കമന്റ്സ് നമ്മളിവിടെ ചില തോട്ട്സ് ആയിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. അതുപോലെ നമ്മൾ പറഞ്ഞതില് നമ്മൾ പറയാത്ത കുറെ കാര്യങ്ങളുണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ല, നമ്മൾ ഫാൻസ് ആണ്, നമ്മള് ടാക്ടിക്സ് പറയുന്ന ആൾക്കാരല്ല, നമ്മൾ നിങ്ങളുടെ പോലെ ഫാൻസ് തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ കമന്റ്സും കൂടി വരുന്നതൊക്കെ നമ്മൾ ഇതിൽ ആഡ് ചെയ്യും. അപ്പൊ അങ്ങനെ നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം അല്ലെ. ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത വീഡിയോ വരുമ്പോഴേക്കും നമ്മൾ ജയിച്ചു കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ എത്തും എന്നുള്ള പ്രതീക്ഷയില്. ബൈ.